ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മിയയാണ്. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മി ഇൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൃഷിയും കുറച്ച് പുതിയ പുതിയ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അധികം കാണിച്ചിട്ടില്ലാത്ത കുറച്ച് റെസിപ്പികളും ക്ലീനിങ്ങും അങ്ങനെ എന്താ പറയുക ഫാമിലി ടൈമും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ പഴയ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പാകി കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇതിങ്ങനെ നിൽക്കുന്നതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അപ്പച്ചനാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും മുടക്കാതെ നനയ്ക്കും, ഭയങ്കര സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നാണ്. വല്ലവരുടെയും എഫർട്ടിനെ വീഡിയോ എടുത്ത് കാണിക്കാൻ എന്ത് ഭംഗിയല്ലേ. നമ്മുടെ ബ്രോക്കോളിയും ഇതുമൊക്കെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. തക്കാളി ഒന്ന് രണ്ട് ഇങ്ങനെ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുക്കുംബർ ചീഞ്ഞു പോയി. വഴുതന കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചീരയുടെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. അവിടെ വേറെ സാധനങ്ങൾ പാകിയിട്ടുണ്ട്. അപ്പം രാവിലെ വന്ന് ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് ഫ്രീസർ ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നാട്ടിൽ വന്നിരുന്നത് കൊണ്ട്. ഈ വർഷം പ്ലാന്ററൊക്കെ കെട്ടി അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 10 മണിയോളം ആയിട്ട് സമയം കേട്ടോ. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ചൂടാണ്. അപ്പം ഞാനൊരു ഐസ് ക്യൂബ് എടുത്തു കൊടുത്തു ഐസക്കിന് പൊട്ടിച്ച് കളിക്കാൻ വേണ്ടി. 10 മണിയായപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. എനിക്കിപ്പം ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും കഴിക്കുന്നതാണ് അവക്കാഡോ ടോസ്റ്റ്. ആഴ്ചയിൽ ഒരു 3 ഡേയ്സിൽ കൂടുതൽ കഴിക്കാറുണ്ട്. ഇപ്പോൾ അവക്കാഡോ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ആ ഒരു ഫാറ്റ് നല്ല ഫില്ലിംഗ് ആണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ കാർബ്സ് കുറയ്ക്കുമ്പം പൊതുവേ ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ബ്രെഡ് സോർഡോ ബ്രെഡാണ് കേട്ടോ. ഫെർമെൻറ്റ് ചെയ്ത മാവ് കൊണ്ടുള്ള ബ്രെഡാണ്. ഇതിന് ഷേപ്പൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോം മെയ്ഡായിട്ട് ബേക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പം നമ്മൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്കിന് അതിന് ഷേപ്പൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഒട്ടും ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഞാനിത് കഴിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞും 1 മണിക്കൂർ കഴിഞ്ഞും 2 മണിക്കൂർ കഴിഞ്ഞും ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഗ്ലൂക്കോസ് സ്പൈക്ക് ഇല്ല. നമ്മളെപ്പോഴും എന്ത് ഡയറ്റ് ആണെങ്കിലും നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. സ്പൈക്ക് അതായത് ഗ്ലൂക്കോസിന് വ്യത്യാസം വരുന്നുണ്ടോ. സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ഭയങ്കര ഷൂട്ടപ്പ് ഒന്നും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു എഗ് ഓംലെറ്റ് 2 എഗ്ഗിൻ്റെ കൊണ്ടാണ് ഒരു ഓംലെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ 1-2 കഷ്ണം ബേക്കൺ ഉണ്ടായിരുന്നു. ഇന്ന് പിള്ളേർക്ക് രാവിലെ എഗ്ഗും ബേക്കണും പാൻ കേക്കും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേക്കൺ മിച്ചം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചു കഴിഞ്ഞു. രാവിലത്തെ വിചാരം ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, ഉച്ചയ്ക്കത്തെ വിചാരം രാത്രിയിൽ എന്ത് കഴിക്കും, രാത്രിക്കത്തെ വിചാരം പിറ്റേന്ന് എന്ത് കഴിക്കും എന്നാണല്ലോ. ഞാൻ മീൽ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര റിജിഡ് മീൽ പ്ലാനിങ് ഇല്ല. കാരണം അപ്പച്ചനും അമ്മച്ചിക്കും ഉള്ളപ്പോൾ അവർക്കതൊരു ഇൻകൺവീനിയൻസ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനങ്ങനെ ഒരു ഭയങ്കരമായ മീൽ പ്രെപ്പിൻ്റെ കാര്യം വരാറില്ല. എന്നാലും ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതും എടുത്ത് കഴിക്കും. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നതിന് ഏറ്റവും വലിയ റീസൺ നമ്മുടെ കയ്യിൽ ഫുഡില്ല, നമുക്കൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പറയട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്ക് സ്റ്റേക്കും പിള്ളേർക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് ബേക്ക് ചെയ്തതും സ്റ്റേക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 1/2 കിലോയ്ക്ക് മേളിൽ ഉണ്ടെന്ന് തോന്നുന്നു ബീഫ്. ഞാനത് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഓൾറെഡി ടെൻഡറൈസ്ഡ് ആണ്. നമ്മൾ കടയിലിരിക്കുമ്പോൾ അങ്ങനെ ആവുമല്ലോ. എന്നിട്ട് മാനുവിനെ കൊണ്ട് അവനാണ് ഏറ്റവും ഇഷ്ടം ഇത് കഴിക്കാൻ. ഞാനും ഇമ്മാനും കൂടെ ഇടയ്ക്ക് ഇപ്പോൾ പുറത്ത് കഴിക്കാൻ പോയി കേട്ടോ. അപ്പം അവന് ഞാൻ സ്റ്റേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചെടുത്ത് പുള്ളിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുപോലെ നമുക്കിനി വീട്ടിലുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുപോലെ വന്നില്ല. കാരണം അവർ എന്താ പറയുക, മീഡിയം റെയർ അങ്ങനെ റെയർ ആയിട്ടുള്ളൂ. ഇവന് വെൽഡൺ തന്നെ വേണം. അപ്പം നമ്മളത് കുറച്ചും കൂടെ ഇങ്ങനെ എന്താ പറയുക, വറക്കാന്നല്ല, നന്നായിട്ട് കുക്ക് ചെയ്തു. ഇവരെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യില്ല ബീഫ് ഈ സ്റ്റേക്ക് പോലെ ഉണ്ടാക്കുമ്പോൾ. എന്തായാലും അത് പോട്ടെ. ഞാനിത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് റെഡ് മീറ്റ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ മോസ്റ്റ്ലി കഴിക്കുന്നത് വൈറ്റ് മീറ്റ്സ് ആയിരിക്കും, ഫിഷോ ചിക്കനോ ഒക്കെയാണ്. കാരണം ബീഫ് കഴിക്കേണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നിയതുകൊണ്ട് മാത്രമല്ല, നമുക്കതൊരു എന്താ പറയുക സ്ഥിരമായിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരു ഫുഡല്ലല്ലോ. പക്ഷേ ഞാൻ ബീഫ് നമ്മളെന്താ പറയുക ആഴ്ചയിൽ ഒരു വൺ ടൈം ഒക്കെ ബീഫിൻ്റെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ബീഫ് ഒന്നും ഒരാൾ കഴിക്കില്ല. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, അതിൽ അപ്പച്ചനും അമ്മച്ചും ബീഫ് കഴിക്കില്ല. പിന്നെ ഞാനും എൻ്റെ മോനും തോമസും ഇളയാളും ബീഫ് കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ നേരത്തേക്ക് ഉണ്ടാവും.
ഞാൻ മെഷറൊന്നും ചെയ്യാറില്ല കേട്ടോ, കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ മെഷർ ചെയ്തിട്ടാണോ ഞാൻ കഴിക്കുന്നതെന്ന് ചോദിക്കണ്ടായിരുന്നു. ഇല്ല, ഞാനൊരു ഐബോളിംഗ് ആണ്. ഒരു 80% ഒക്കെ വയറ് ഫുള്ളാവും. അതായത് 80% ഫുള്ളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വയറ് നിറയുന്ന പോലെ തന്നെ ആവുമല്ലോ, അതുവരെ കഴിക്കും. ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം പുറത്ത് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. ഓരോ പുറം പണികളായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണും കൊണ്ടാണ് പോയത്, പക്ഷെ ഫോൺ ചൂടായിട്ട് ഓഫായി പോകുന്ന പോലത്തെ ചൂടായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഇനി ഉച്ച ആവാറായപ്പോഴത്തേക്കിന് ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാനിത് നമ്മുടെ പുറത്തെ അടുപ്പിൽ, ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്, അതിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ബീഫ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ആ പാത്രത്തിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതലുണ്ടെന്ന്. എന്നാലും പോട്ടെ, ഇനി പാത്രം ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബീഫ് ഇട്ടു. ഒരു 3-4 വെളുത്തുള്ളി ഇട്ടു. പിന്നെ റോസ്മറി ആണ് കേട്ടോ, ശരിക്കും പച്ച റോസ്മറി ഇടണം, പക്ഷേ കണ്ടതല്ലെങ്കിൽ കൊണ്ടത് ഉള്ളതുകൊണ്ട് ഡ്രൈ റോസ്മറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടു. ഒരു കഷ്ണം ബട്ടറും അതിൻ്റെ മേലിലിട്ടു. അതവിടെ റെഡിയായിട്ട് വരട്ടെ. മറിച്ചിട്ടു കേട്ടോ. ആ ഒരു വശം ഒന്ന് ബ്രൗൺ ആയപ്പോൾ അത് മറിച്ചിട്ടു. ഇനിയിപ്പം ഞാൻ പൊട്ടറ്റോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ബേക്കാണ്, വേറെ ഓവനിൽ വെച്ചിട്ടല്ല, ആ പാനിൽ തന്നെയാണ്. പാഴ്സലി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ഇട്ടു, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു, നന്നായിട്ട് ഒന്ന് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ജ്യൂസി ആവുന്നതിനേക്കാളും ഇത്രയും കൂടെ അങ്ങ് ആയിട്ടോ അത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ആ ഒരു റോസ്മറിയുടെ ഫ്ലേവറും വെളുത്തുള്ളി അതിനകത്ത് കിടന്നതും ഒക്കെ കൂടിയിട്ടാണ്. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാനൊരു അത്യാവശ്യം വലിയ സൈസുള്ള ക്യൂബ്സ് ആയിട്ടാണല്ലോ അരിഞ്ഞേക്കണത്. എന്നിട്ട് അത് ആ ഒരു ബീഫൊക്കെ ആയ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇട്ടത്. ഞാൻ പൊട്ടാറ്റോ കഴിക്കില്ല, അതുകൊണ്ട് ഞാനൊരു മിക്സ്ഡ് വെജിറ്റബിൾസ് സോട്ടേ ചെയ്തെടുക്കുവാണ്. ഇത് സുക്കിനി ഉണ്ട്, യെല്ലോ സുക്കിനി, ഗ്രീൻ സുക്കിനി, പിന്നെ ക്യാപ്സിക്കം, ബ്രോക്കോളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിനൊരു സോസ് ഉണ്ടാക്കാമെന്ന് തോന്നി എനിക്ക് പെട്ടെന്ന്. അപ്പം ഞാനിത് നമ്മുടെ ക്രീം ഉണ്ടല്ലോ, എന്താ പറയുക, മിൽക്കിൻ്റെ ക്രീം, അതിനകത്തോട്ട് കുറച്ച് ഒരു പിടിയോളം പാർമിസാൻ സോസ് മെൽറ്റ് ചെയ്തതിനകത്ത് കുറച്ച് പാസ്ലിയും ഇറ്റാലിയൻ സീസണിങ്ങും അത് മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ സോസായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബീഫ് അപ്പച്ചനപ്പച്ചൻ കഴിച്ചില്ല, ബാക്കി സാധനങ്ങൾ അവർ ചോറിൻ്റെ കൂട്ടത്തിൽ അതും എല്ലാം കൂടെ കഴിച്ചു. പിന്നെയും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇരുന്നൊരു മൂവി കണ്ടു. പഴയ മൂവി, ഏതോ ടി വിയിൽ പിള്ളേരുടെ മൂവിയാണ്. അങ്ങനെ കണ്ട് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഇത് എന്തോ പഴം കുറേ ഇരിക്കുന്നുണ്ട്, അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് തോന്നി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാർബ്സ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ക്രേവിങ് കുറയും കേട്ടോ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയേക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെയും കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ് കൂടും. അപ്പം ഞാനീ പഴം അത്രയ്ക്കങ്ങ് പഴുത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് വന്നു. അപ്പം എണ്ണ ചൂടായതിനകത്തോട്ട് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് മൈദ, കുറച്ച് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കലക്കിയിട്ടാണ്. അപ്പോൾ പിള്ളേർ വീട്ടിലുണ്ട്, ഇപ്പോൾ അവർക്ക് അവധിയാണ്, ഹസ്ബൻഡും ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്കൊരു വെക്കേഷൻ മോഡായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം സ്നാക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം കോരി ഒഴിച്ച് ചായയാണ് കേട്ടോ. ഇത് ഞാൻ സാധാരണ ചായ വെള്ളമോട് വെച്ച് തിളയ്ക്കാൻ നോക്കി വയ്ക്കും, പക്ഷേ അമ്മച്ചി എപ്പോഴും പറയും നമ്മൾ ഇളക്കി കൊടുത്ത് അനക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഒന്നാമത് മൂട്ടിപ്പിടിക്കില്ല, രണ്ടാമത് ആ ഒരു ചായക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അടിച്ചൊന്ന് പതപ്പിച്ച് ചായ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചായ എല്ലാവരും പഴംപൊരി കഴിക്കുമ്പോൾ എനിക്കൊന്നാമത് പഴംപൊരി ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ല, പക്ഷേ എന്ന് വെച്ചാൽ കഴിക്കില്ല എന്നും ഇല്ലാത്ത സാധനമാണ്. ഈ കഴിഞ്ഞ മാസമൊക്കെ ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഞാനും കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ലോ കാർബ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബെനിഫിറ്റ്സ് ആയതുകൊണ്ട് എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ക്ലാരിറ്റി ഓഫ് തോട്ട്, എന്താ പറയുക, ഇറിറ്റബിലിറ്റി കുറഞ്ഞു, ബ്ലോട്ടിങ് കുറഞ്ഞു, വണ്ണം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വയറ് കുറഞ്ഞു, ബ്ലഡ് ഷുഗർ നല്ല ഒരു നോർമൽ ഇതിലോട്ട് ആയി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊതുവേ ഒരു എന്താ റിവാർഡ് കിട്ടുമ്പോൾ നമുക്ക് നാച്ചുറലി സന്തോഷം തോന്നുമല്ലോ. ഞാനപ്പോൾ ഒരു പിടി പീനട്ടാണ് കേട്ടോ കഴിക്കുക. ഇതൊരു 3:30 ആയിട്ടുണ്ടാവും, ഒരു 10-15 പീനട്ട്. അപ്പോൾ ഈ സമയത്ത് ചായ റെഡിയാക്കി വിളിച്ചപ്പോഴത്തേക്കിന് ഇവിടെ കർഷകർ ഭയങ്കര കൃഷിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു മണ്ണ് കൂടി കിടക്കുന്നില്ലേ, അതവിടെ ഒരു പ്ലാന്റർ പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിപ്പിരുത്ത് കളഞ്ഞു. ഇതാണ് നമ്മുടെ ക്ലെമൻറ്റിസ്. എന്ത് രസമാണെന്ന് പറയാം, എൻ്റെ പൂവ് ഇങ്ങനെ പന്തലിച്ച് നിൽക്കും. ഞാനപ്പം നോക്കുമ്പോൾ ഇവിടെ മണ്ണ്, അവിടെ വെള്ളം, ഇവിടെ ഒരു ചെളിക്കുണ്ട് കണ്ടു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാൻ നോക്കുമ്പോഴത്തേന് ആ ഒരു പ്ലേ സാധനത്തിനകത്ത് ഈ പന്നിക്കുട്ടികളുടെ പോലെ മണ്ണാക്കി ചെള്ളിയാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു ഞാൻ അവനങ്ങാനേ പോയില്ല, കാരണം ഇപ്പം വിളിച്ചുകൊണ്ട് പോയിട്ട് വൃത്തിയാക്കിയിട്ടൊന്നും കാര്യമില്ല, പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെ വരില്ല. അവിടെ കിടന്ന് കുറച്ചുകൂടെ കളിച്ചങ്ങോട്ട് തിമിർക്കട്ടെ എന്ന് വിചാരിച്ചു. നഖമൊക്കെ നല്ലോണം വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പിന്നെ ഡിന്നറിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ പനീർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇമ്മാനുവലിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽത്തി ഡയറ്റ് ഹാബിലോട്ട് പോകുമ്പോഴല്ലോ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ഫുഡ് എങ്ങനെ നമ്മളുടെയും കൂടെ അഡ്വാൻറ്റേജിലാക്കി എടുക്കാമെന്ന് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ സെപ്പറേറ്റ് കുക്കിംഗ് ആകുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺവീനിയൻസ് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഇറിറ്റബിലിറ്റി, നമുക്ക് തോന്നും എന്തിനാണ് ഇത്രയും പണി എന്നൊക്കെ വിചാരിച്ചിട്ട് അത് വിട്ട് കളയാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ പനീർ ഫ്രൈ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം, വേറെ കൂടുതൽ അലങ്കാരങ്ങളൊന്നുമില്ല, അതൊന്ന് മാരിനേറ്റ് ചെയ്തു. പനീറിനൊന്നും പിന്നെ അധികം മാരിനേഷൻ വേണ്ടല്ലോ. അത് അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലുമുള്ള കുറച്ച് പണികളോ അല്ലെങ്കിൽ അവിടെ ആൾക്കാരുടെ 1-2 വർത്താനമൊക്കെ പറഞ്ഞ് ചായ കൂടിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് പനീർ വറുക്കാനുള്ള സമയമായി. നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി നെയ്യ്, വെളിച്ചെണ്ണ, അങ്ങനത്തെ എണ്ണകൾ, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഒത്തിരി പേര് ചോദിച്ചു ഒലിവ് ഓയിൽ ചെയ്യാവുന്നു, അതും നല്ല ഓപ്ഷനാണ്. അപ്പോൾ അതവിടെ ഫ്രൈ ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് സോയാബീൻ, നാളെ ഉച്ചക്കത്തേക്ക് ഈ സോയാബീൻ എനിക്ക് എൻ്റെ ഗ്ലൂക്കോസിന് മാറ്റമൊന്നും വരുത്തുന്നില്ല, ബ്ലഡ് ഷുഗറിന്. അതെങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഹോമിൽ ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ മേടിച്ച് വെച്ചിട്ട് പുതിയ എന്തെങ്കിലും ഫുഡൊക്കെ ട്രൈ ചെയ്യുമ്പം 1-2 തവണ നോക്കുക, 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുക ഭയങ്കര വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത്. വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലത്. അപ്പോൾ നമ്മളൊരു ഡയറിയിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്ന സാധനങ്ങളാണല്ലോ. അപ്പം നിങ്ങൾ ഡയറ്റ് അല്ലെങ്കിൽ അങ്ങനെ നോക്കണവരുണ്ടെങ്കിൽ, ഇത് ഒരു ബ്ലഡ് ഷുഗറിനോ ഇൻസുലിനോ ഡയബറ്റീസിനോ ഒന്നും ഉള്ള ഡയറ്റ് അല്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഒരു 70% ആൾക്കാർക്കും ചെറുതായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പം ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ്. നല്ല സ്കിന്ന്, നല്ല ഹെയർ ഒക്കെ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കും. അപ്പോൾ പനീർ ഞാൻ ഫ്രൈ ചെയ്തു. അങ്ങനെ അധികം സമയമൊന്നും വേണ്ടല്ലോ അത് ഫ്രൈ ചെയ്യാൻ. ഞാനൊരു സാലഡിൻ്റെ മേളിലാണ് ഇത് ചെയ്യുന്നത്. പുഴുങ്ങിയ കടല, വേറെ അലങ്കാരമൊന്നുമില്ല. ഞാൻ അത് എന്താ പറയുക, നമ്മൾ വറുത്ത കടല വരുമല്ലോ, അത് ലേശം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് മൈക്രോവേവ് വെക്കുമ്പോൾ നല്ലൊരു പുഴുങ്ങിയ പോലെ വരും കേട്ടോ. അതും ഒരു നല്ല അടിപൊളി ഓപ്ഷനാണ്. വാൽനട്ട് ഉണ്ട്, പിന്നെ കുറച്ച് മാതളം, പിന്നെ സാധാരണ നമ്മുടെ ഇലകളൊക്കെ എന്താ പറയുക, കുറച്ച് നമ്മുടെ വീട്ടിൽ ലെറ്റ്യൂസ് ഉള്ളത്, കുക്കുംബർ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. സാലഡ് ഡ്രസ്സിങ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് വിനെഗറല്ല, നാരങ്ങ നീരായിരുന്നു ഇതിനകത്ത്. വിനെഗറും കുഴപ്പമുണ്ടാവില്ല, ഉപ്പും മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ഭക്ഷണവും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ഉള്ള സാധനങ്ങൾ തൊട്ട് നമുക്ക് ക്ലീനപ്പ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഈ ക്ലീനിങ് വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഈ ദിവസത്തെ നൈറ്റ് ടൈം ക്ലീനിങ് വീഡിയോ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം 7 മണിയോടുകൂടി എല്ലാ പരിപാടികളും കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പുറത്ത് പോകണം നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള അടുത്തെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഡ്രൈവിലുള്ള ഒരു ഇതാണ്. നമ്മുടെ സിറ്റിക്കകത്ത് തന്നെ, ശരിക്കും ഇത് സിറ്റിയുടെ നടുക്കിൽ എന്ന് വേണേൽ പറയാം. ഇത് ഓൾഡ് മാൻ എന്ന് പറഞ്ഞൊരു റിവറാണ് കേട്ടോ. അപ്പോൾ അതിനപ്പുറം ഇപ്പുറവും ഉണ്ടോ മലകൾ, ഒരു കൂളിയിലാണല്ലോ റിവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഹൈക്കിങ്ങിന് പോകുന്നത് ഈ മലയുടെ അപ്പുറത്താണ് കേട്ടോ. നടന്ന് പോകാനുള്ള, നമുക്ക് നടന്ന് പോയി കയറി ഇറങ്ങി, ഈ മല കയറി ആ മല കയറി ഈ റിവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇവിടെ പിള്ളേർക്ക് വെറുതെ വെള്ളത്തിലിറങ്ങിയില്ല ഇനി, കാരണം ഇതുങ്ങളെയൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കണം എന്ന് പറഞ്ഞാലും ഇത്രയും നേരം ചേറിലും മണ്ണിലും കളിക്കില്ലായിരുന്നോ. അതുകൊണ്ട് ഇവിടെ വന്ന് കല്ലെറിയാൻ വരുന്നതാണ്. അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് കല്ലെറിയാം. ഈ കല്ലേറ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ 2 ബീവേഴ്സ് ഉണ്ടല്ലോ, ബീവർ കയറി മേളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബീവറിൻ്റെ കുടുംബചരിത്രമൊക്കെ പറഞ്ഞു. തോമസിൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. അങ്ങ് ഈ റിവർ ഇവിടെയാണെങ്കിൽ ആ മേളിൽ നിൽക്കണത്. വീട്ടിൽ പോവാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ കാറിൽ കയറി അപ്പം തന്നെ എവിടെയെങ്കിലും പോകാൻ കാറിൽ കയറി എപ്പോഴും നമ്മൾ വീട്ടിൽ പോകാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരവ് എനിക്ക് ഇപ്പോൾ കിട്ടി. എന്തായാലും പിള്ളേരല്ലേ, യാതൊരു കേൾക്കാത്ത മട്ടിൽ നിന്നിട്ട് കളിക്കുന്നുണ്ട്. ഞാനും കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതിയിൽ ലയിച്ചിരുന്നു. അപ്പോൾ 2 ബീവർ, ആ കറുത്ത് നിങ്ങൾക്ക് ശരിക്കും കാണുമെന്ന് അറിയത്തില്ല, പക്ഷേ ആ കറുത്ത് 2 കാണുന്നത് ബീവർമാരാണ്. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡും വൈഫും നല്ല തല്ല് കൂടിയിട്ട് പിണങ്ങി നിൽക്കുന്നതാണെന്ന് സംശയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് പോലും ചെയ്യുന്നില്ല. 2 പേരെ ഏകദേശം ഒരേ സമയത്ത് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ
ഇതൊക്കെ കഴിഞ്ഞു നമ്മളിനിയിപ്പം പതുക്കെ തിരിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ സാധാരണ നൈറ്റ് ടൈം റുട്ടീൻ എന്ന് പറഞ്ഞ പോലെ ഇവരെ ഒന്ന് കുളിപ്പിക്കും. നമ്മൾ കുളിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വായിച്ച് പിള്ളേർ ഉറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം കാം ആൻഡ് ക്വയറ്റായിട്ട് പകലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കുറേ നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ നമ്മുടെ നൈറ്റും ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നമ്മൾ ഡെയിലി റുട്ടീൻസ്, ക്ലീനിങ്, മോട്ടിവേഷൻ, സിറ്റ് ഡൗൺ വീഡിയോസ്, എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ്, ചെറിയ ഡയറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. താല്പര്യമുള്ള കണ്ടൻറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പോകാൻ മറക്കരുത്. ഞാൻ ലൈക്ക് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി കേട്ടോ. ഇപ്പോഴാണെങ്കിലും മറക്കാണ്ട് ഒരു ലൈക്ക് കൊടുത്തോളൂ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.